അതിനെ പുറത്താക്കാനൊന്നും പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ലല്ലോ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, മോള് വിഷമിക്കേണ്ട, എന്തായാലും നിൻ്റെ ആഗ്രഹം ഇന്നത്തോടു കൂടി നടക്കും, എന്തായാലും അതിനെ പുറത്താവും എന്നുള്ള സന്തോഷത്തിലാണ് ജലജ ഓരോന്ന് സംസാരിക്കുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവയാനി അവിടേക്ക് വരുന്നത്. ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ദേവയാനിയാണ് മോഹഭാവമൊക്കെ മാറ്റി ദേഷ്യത്തിലാണ് വരുന്നത്. അപ്പോൾ ദേവയാനി അവരെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങളെക്കാളും ഏറെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നൈന ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ. പക്ഷേ അവളുടെ കഴിവ് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ. അത്രയ്ക്ക് കഴിവുള്ള പെൺകുട്ടിയാണ് നൈന. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനതിന് ശേഷം ദേവയാനി ചോദിക്കുകയാണ്, നമ്മളെ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ ആദ്യം എല്ലാം സെലക്ട് ചെയ്യുന്ന ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജ പറയുകയാണ്, അത് ഏട്ടത്തി എന്നല്ലോ, ഏട്ടത്തിയുടെ കഴിവിനെ സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ എന്ന്. ജ്വല്ലറികൾ സെലക്ട് ചെയ്യാനും സാരികൾ സെലക്ട് ചെയ്യാനും ഏട്ടത്തിയെ കഴിഞ്ഞ് ഇവിടെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അതിന് വന്നതിന് ശേഷം അവളല്ലേ ഭയങ്കര ഡിസൈനർന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ ദേവയാനിയാണെങ്കിൽ അതിലും കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നൈനയുടെ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ജലജയ്ക്ക്.